Good afternoon, everyone. It's me, Faiz, from AIMS Nagpur. I am your physics faculty. സോ നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ചാപ്റ്റർ നമ്പർ 10, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, അതിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത ക്ലാസ്സിൽ ഇന്നിപ്പോ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്? സോ നമ്മൾ എവിടെ വരെ ഡിസ്കസ് ചെയ്തു? നമ്മൾ ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് പറഞ്ഞു, മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ പറഞ്ഞു, ദെൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ പറഞ്ഞു, ആൻഡ് തെർമൽ എക്സ്പാൻഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, കാലറിമെട്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ, പിന്നെയോ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, പിന്നെ നമുക്ക് ഡയറക്റ്റ് സമ്മറി ഒക്കെ അതിലേക്ക് കടക്കാം. ഓക്കെ, സോ ഏതാണ് ഇപ്പം ഡിസ്കസ് ചെയ്യേണ്ടത്? ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, സോ ഐ എം സ്റ്റാർട്ടിങ് വിത്ത് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, യെസ്, where is our heat transfer? Okay, see, heat transfer, we have how much method for heat transfer? Yes, we have. Okay, yeah, see, okay, go. So let's start. See, there are 3 distinct modes of heat transfer. Basically 3 modes of heat transfer ആണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് കണ്ടക്ഷൻ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് കൺവെക്ഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് റേഡിയേഷൻ. ഓക്കെ, സി, ഇതിൽ ഈ പിക്ചർ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് കണ്ടക്ഷൻ? സി, കണ്ടക്ഷൻ കണ്ട, കണ്ടക്ഷൻ, സി, conduction, this is conduction, this is conduction. What is convection? See, this is convection, this is convection, this is radiation. So നമ്മൾ ഓരോന്നിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് കണ്ടക്ഷൻ. ഓക്കെ, conduction, what is conduction? Conduction is the mechanism of transfer of heat between two adjacent parts of a body because of their temperature difference. സിമ്പിൾ ആണ് കണ്ടക്ഷൻ, വളരെ സിമ്പിൾ ആണ്. സി, എന്റെ കയ്യിൽ ഒരു റോഡ് ഉണ്ട്, സപ്പോസ് ഇതൊരു റോഡ് ഉണ്ട്. സി, എന്റെ കയ്യിൽ റോഡ് ഉണ്ട്. ഓക്കെ, ഈ റോഡിന്റെ ഈ ഭാഗത്ത് ടെമ്പറേച്ചർ സപ്പോസ് 8 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇവിടെയോ A+X ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചു. സപ്പോസ് എനിക്ക് ഞാൻ മീൻ ചെയ്തത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. സോ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ സി, ഇവിടെ എന്ത് സംഭവിക്കും? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് സംഭവിക്കും. എന്ത് സംഭവിക്കും? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. ഇങ്ങനെ സംഭവിക്കുന്ന ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എങ്ങനെ സംഭവിക്കുന്ന? സി, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ 2 അഡ്ജസന്റ് പാർട്സ് ഓഫ് എ ബോഡി ബിക്കോസ് ഓഫ് ദെയർ ടെമ്പറേച്ചർ ഡിഫറൻസ്. സി, ബിക്കോസ് ഓഫ് ദെയർ ടെമ്പറേച്ചർ ഡിഫറൻസ് അവിടെ എന്ത് നടക്കുന്നു? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് നടക്കുന്നു. ആ ഒരു മെക്കാനിസം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിന് വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ. സിമ്പിൾ. സപ്പോസ് NCERT വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, one end of a metallic rod is put in a flame, the other end of the rod will soon be so hot. അല്ലേ, നമ്മൾ ഒരു റോഡ് എടുത്തിട്ട് തീയിലിട്ടാല് നമ്മൾ റോഡിൽ പിടിച്ച കൈയുടെ ഭാഗത്ത് ചൂട് അനുഭവപ്പെടില്ലേ? ബിക്കോസ് യെസ്, conduction. See, here heat transfer takes place by conduction from the hot end of the rod through its different parts of to the other end. Simple അല്ലേ? കണ്ടക്ഷൻ ക്ലിയർ അല്ലേ? യെസ്, നമുക്കറിയാം gases are very poor thermal conductor. Gases are very poor thermal conductor, while liquid have conductivities intermediate between solids and gases. So ഏറ്റവും നല്ല തെർമൽ കണ്ടക്ടർ ആരാണ്? ഏറ്റവും നല്ല തെർമൽ കണ്ടക്ടർ സോളിഡ് ആണ്. Then comes liquids, then comes gases. Okay, next, heat conduction may be described quantitatively. നമുക്ക് ഈ ഹീറ്റ് കണ്ടക്ഷൻ ഇനി നമ്മൾ ക്വാളിറ്റേറ്റീവ്ലി പറഞ്ഞു. എന്താണ്? അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഒരു ബോഡിയുടെ 2 പാർട്സ് തമ്മിൽ നടക്കുന്ന ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആണ് കണ്ടക്ഷൻ. സോ അത് ക്വാളിറ്റേറ്റീവ്ലി നമ്മൾ പറഞ്ഞു. സോ നമുക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യണം? ക്വാണ്ടിറ്റേറ്റീവ്ലി. സോ നമുക്ക് ഹീറ്റ് കണ്ടക്ഷനെ ഇനി എങ്ങനെ ഡിസ്കസ് ചെയ്യാം? ക്വാണ്ടിറ്റേറ്റീവ്ലി. ഹീറ്റ് കണ്ടക്ഷൻ മേ ബി ഡിസ്ക്രൈബ്ഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ആസ് ദ ടൈം റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ഇൻ എ മെറ്റീരിയൽ ഫോർ എ ഗിവൺ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, സി, ഇതാണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ദിസ് ഈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് റെപ്രസെന്റേഷൻ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. ദിസ് ഈസ് ദ ക്വാണ്ടിറ്റേറ്റീവ് റെപ്രസെന്റേഷൻ ഓഫ് ഹീറ്റ് തെർമൽ കണ്ടക്ഷൻ. ഓക്കെ, സോ നമുക്കത് ഇവിടെ ആ തെർമൽ കണ്ടക്ഷന്റെ ക്വാണ്ടിറ്റേറ്റീവ് റെപ്രസെന്റേഷൻ വളരെ വൃത്തിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് പാർട്ട്. ഓക്കെ, ഈസി അല്ലേ? ഓക്കെ, നമുക്ക് എന്താ പഠിക്കാം? തെർമൽ കണ്ടക്ഷൻ. നമ്മൾ എന്താണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? തെർമൽ കണ്ടക്ഷൻ. എന്താണ്? തെർമൽ കണ്ടക്ഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? തെർമൽ conduction. Okay, thermal conduction.
Okay. Let's discuss thermal conduction. ഇതിൽ നമുക്ക് 5 ടേംസ് പഠിക്കാനുണ്ട്. ഈ തെർമൽ കണ്ടക്ഷനിൽ നമ്മൾ എത്ര ടേംസ് പഠിക്കാനുണ്ട്? 5 ടേംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. 5 ടേംസ് നമ്മൾ തെർമൽ കണ്ടക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നമുക്ക് ഒന്നാമത്തെ ടേം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടേം ഈസ് this is our first term, heat current. എന്താണ് ഒന്നാമത്തെ ടേം? ഹീറ്റ് കറന്റ്. ഈസി ഹീറ്റ് കറന്റ്. ഒന്നാമത്തെ ടേം എന്താണ്? ഹീറ്റ് കറന്റ്. ഓക്കെ, ഒന്നാമത്തെ ടേം ഹീറ്റ് കറന്റ്. ഓക്കെ, ഹീറ്റ് കറന്റ് എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എൻസിആർടിയിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഹീറ്റ് കറന്റ് ആസ് എവിടെ? കണ്ടോ, ഹീറ്റ് കറന്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തത്? എച്ച് ആയിട്ട്. ഹീറ്റ് കറന്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എച്ച് ആയിട്ട്. എവിടെ? യെസ്, എച്ച് കണ്ട, എച്ച് ആണ് ഇവിടെ എന്തോ ഹീറ്റ് കറന്റ്. യെസ്, ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്, that is actually heat current, the rate of flow of heat or heat current H. So heat current നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? H ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഹീറ്റ് കറന്റ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? H ആയിട്ട്. സോ ഹീറ്റ് കറന്റ് H ഈസ് ഈക്വൽ ടു എന്താണ്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ആണ്. സോ നമുക്ക് എങ്ങനെ പറയാം? H is equal to dq divided by dt. dq divided by dt. ഓക്കെ, സോ ഹീറ്റ് കറന്റ് സിമ്പിൾ അല്ലേ? യെസ്, ഹീറ്റ് കറന്റ് മനസ്സിലായില്ലേ? യെസ്. അടുത്തെന്താണ്? ഹീറ്റ് കറന്റിനുള്ള ഇക്വേഷൻ. ഹീറ്റ് കറന്റിനുള്ള ഇക്വേഷൻ എന്താണ്? ഹീറ്റ് കറന്റ് H is equal to KA TC minus TD divided by L. K into area into TC minus TD divided by L. ഓക്കെ, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ക്ലാരിഫിക്കേഷൻ വരാനുണ്ട്? വാട്ട് ഈസ് TD, വാട്ട് ഈസ് TC ആൻഡ് വാട്ട് ഈസ് L. L എന്താണ്? ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഏത് റോഡിൽ ഏത് കണ്ടക്ടറിൽ കൂടെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് നടത്തുന്നത്, അതിന്റെ ലെങ്ത് ആണ് L. TC minus TD is actually temperature difference. Okay, TC minus TD is actually temperature difference. So the rate of flow of heat or heat current, which is proportional to the temperature difference and area of cross section A and is inversely proportional to length L. So heat current എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആണ്? heat current എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആണ്? This heat current we can write heat current is proportional to temperature difference. Suppose TC minus TD. പിന്നെയോ heat current proportional to area. പിന്നെയോ ഹീറ്റ് കറന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. സോ നമുക്ക് എന്ത് കിട്ടി? പ്രൊപ്പോർഷണാലിറ്റി കിട്ടി. കറക്റ്റ്. ഹീറ്റ് കറന്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്, ഹീറ്റ് കറന്റ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ആൻഡ് ഹീറ്റ് കറന്റ് പ്രൊപ്പോർഷണൽ ടു 1/L. ഓക്കെ, ക്ലിയർ അല്ലേ? ഓരോ ടേംസിൽ ഇതിൽ കൃത്യമാണ്. നമുക്കിവിടെ ഫിഗറിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ഫ്ലോ ബൈ കണ്ടക്ഷൻ ഇൻ എ ബാർ വിത്ത് ഇറ്റ്സ് 2 ends മെയിൻറ്റെയിൻഡ് അറ്റ് ടെമ്പറേച്ചർ TC and TD. കണ്ട, ഈ എൻഡിൽ ടെമ്പറേച്ചർ TC, ഈ എൻഡിൽ ടെമ്പറേച്ചർ TD. സോ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇസ് TC minus TD. ലെങ്ത് L. കറക്റ്റ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A. എന്താണ് പറയുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ ഓർ ഹീറ്റ് കറന്റ്, rate of flow of heat current is proportional to area of cross section A and temperature difference TC minus TD and inversely proportional to length L. Correct. Okay, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്. എവിടെ? യെസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത്? പ്രൊപ്പോർഷൻ ആയിട്ട് വരുന്നത്. സോ ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്താൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം അല്ലെ? ഹീറ്റ് കറന്റ് H ഈസ് പ്രൊപ്പോർഷണൽ ടു, എങ്ങനെ എഴുതാം? എനിക്ക് area into TC minus TD divided by L. ഇങ്ങനെ എഴുതിക്കൂടെ? ഹീറ്റ് കറന്റ് ഈസ് proportional to temperature difference multiplied by area and divided by length L. കറക്റ്റ് അല്ലേ? യെസ്. സോ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ എന്ത് യൂസ് ചെയ്യണം? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വരണം. ദാറ്റ് ഈസ് ആക്ച്വലി K. സോ K is known as what? Thermal conductivity. That K is known as thermal conductivity. What is our thermal conductivity? Yes, the constant of proportionality K is called the
thermal conductivity. K is called thermal conductivity. Correct? This K is called thermal conductivity. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ഇക്വേഷൻ ഹീറ്റ് കറന്റിന് ഒരു ഫൈനൽ ഇക്വേഷൻ ആയി. ആ ഒരു ഹീറ്റ് കറന്റിന്റെ ഫൈനൽ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം. ഹീറ്റ് കറന്റിന്റെ ഫൈനൽ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം നോക്കിക്കോ. യെസ്, ഹീറ്റ് കറന്റ് H ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതുന്നു നമ്മൾ? K ഇൻറ്റു A ഇൻറ്റു കറന്റ് TD ഡിവൈഡഡ് ബൈ L. ഈസി. നമുക്ക് ഹീറ്റ് കറന്റ് ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തി. ഓക്കെ, ഒരു കേസ് നോൺ ആസ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. കറക്റ്റ്. Where K is known as thermal conductivity of material. Where K, this is a property of a material, K is known as thermal conductivity of material. Where K is known as thermal conductivity of material. Where K is known as thermal conductivity of material. Kയുടെ യൂണിറ്റ് എന്താണ് വരുന്നത്? തെർമൽ കണ്ടക്ടിവിറ്റി Kയുടെ യൂണിറ്റ് വരുന്നത് ജൂൾ. നിങ്ങൾക്ക് വാട്ടിൽ പറയാം. കറക്റ്റ്. സി, വി ഹാവ് 2 units ഹിയർ. യെസ്. ഓക്കെ, സോ നമുക്കിതിനി ഇനി എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ഓംസ്. ഇലക്ട്രിക് കറണ്ട് പഠിച്ചില്ലേ? ഇലക്ട്രിക് കറന്റ് ഇക്വേഷൻ പഠിച്ചില്ലേ? ആ ഇക്വേഷനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? നമുക്ക് കമ്പയർ ചെയ്താൽ പ്രോബ്ലംസ് വിൽ ബി വെരി ഈസി. ഓക്കെ, ഇക്വേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. ലൈക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പാരിസൺ ആണ്. ഓക്കെ, സോ നമുക്ക് കമ്പാരിസണിലേക്ക് കടക്കാം. സോ നമ്മൾ കമ്പാരിസണിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ഞാൻ എന്തെഴുതാണ്? ഇലക്ട്രിക്കൽ കറന്റ്. ഓക്കെ, ഇവിടെ ഞാൻ എന്തെഴുതാണ്? ഇലക്ട്രിക്കൽ കറന്റ്. ഇവിടെയോ തെർമൽ കറന്റ്. ഓക്കെ, ഇലക്ട്രിക്കൽ കറന്റ്, തെർമൽ കണ്ടക്ഷൻ, എന്തും കറക്റ്റ്. സോ ആദ്യം നമ്മൾ നോക്കുകയാണെന്ത്? കറന്റ്. ഇവിടെ ഫ്ലോ ഓഫ് ചാർജ് ആയിരുന്നു. ഇവിടെ എന്തായിരിക്കും? കറന്റ്, ദാറ്റ് ഈസ് ഹീറ്റ് കറന്റ് H is equal to dQ/dt. എനർജി അല്ലേ? ഫ്ലോ റേറ്റ് ആണ്. കറക്റ്റ്. യെസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് I is equal to V/R എന്ന് എഴുതിക്കൂടെ? വോൾട്ടേജ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഒരു സെയിം ഇക്വേഷൻ എനിക്ക് ഇവിടത്തേക്ക് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ്, ദാറ്റ് ഈസ് ഡെൽറ്റ T ഡിവൈഡഡ് ബൈ R. സോ തെർമൽ കറന്റിലേക്ക് വരുമ്പോൾ എന്താവും? അത് ഡെൽറ്റ T ഡിവൈഡഡ് ബൈ R, where delta T is temperature difference. ആ റെസിസ്റ്റൻസിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഡെൽറ്റ T is temperature difference. ഓക്കെ, സോ അത് ക്ലിയർ ആയി. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തേലേക്ക് കടക്കാം. വാട്ട് ഈസ് മൂന്നാമത്തത്? റെസിസ്റ്റൻസ് R. നമ്മളിതിന് എങ്ങനെ ഏരിയല്ലേ? വോയിസ് റെസിസ്റ്റിവിറ്റി. ആ ഒരു സെയിം വേ ഓഫ് അപ്രോച്ചിങ് നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ നമ്മൾ ഡിവൈഡഡ് ബൈ KA. L ഡിവൈഡഡ് ബൈ KA. അപ്പൊ നോക്കിക്കോ, L ഡിവൈഡഡ് ബൈ KA. അപ്പൊ നമുക്ക് നമ്മൾ ഇനി പഠിച്ച ഇക്വേഷൻ കമ്പയർ ചെയ്യാം. സോ നമുക്കറിയാം ഹീറ്റ് കറന്റ് ഈസ് ആക്ച്വലി എന്താണെന്ന് അറിയാം നമുക്ക്? ഡെൽറ്റ T ഡിവൈഡഡ് ബൈ R. R എന്താണ്? L ഡിവൈഡഡ് ബൈ KA. സോ എനിക്ക് എങ്ങനെ എഴുതാം? H is equal to ഡെൽറ്റ T ഡിവൈഡഡ് ബൈ R. സോ ഡെൽറ്റ T ഡിവൈഡഡ് ബൈ R എന്താണ്? L ബൈ K. സോ K മോളിൽ വരും. ദാറ്റ് ഈസ് ഹീറ്റ് കറന്റ് ഈസ് ഈക്വൽ ടു KA ഡെൽറ്റ T ബൈ L. അതേ ഇക്വേഷനല്ലേ നമ്മൾ ജസ്റ്റ് ഇവിടെ കണ്ടത്? സെയിം ഇക്വേഷൻ ഓൺലി. നമ്മൾ ഈ ഇക്വേഷൻ നമ്മളിപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇലക്ട്രിക്കൽ കറന്റ് തെർമൽ കറന്റ് എന്താണ് കമ്പയർ ചെയ്യാണ്. സോ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ദാറ്റ് വിൽ ബി ഈസി ഫോർ അസ്. ഓക്കെ, സോ നമ്മൾ എന്താണ്? റെസിസ്റ്റൻസ് കണ്ടു, R. കറക്റ്റ്, റെസിസ്റ്റൻസ് R കണ്ടു. ഓക്കെ, യെസ്. ഇനി നമുക്ക് കോമ്പിനേഷൻ കാണണം. കോമ്പിനേഷൻ ലൈക്ക് വി ഡിഡ് നോ ഇൻ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രിക്കൽ കറന്റ്. സോ നമുക്ക് അടുത്ത് കോമ്പിനേഷൻ കാണാം. എന്ത് കാണാം? അടുത്ത് കോമ്പിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് സീ കോമ്പിനേഷൻ. ഓക്കെ, so next let's see combination of resistors. Okay, next let's discuss combination of resistors. Okay, ഒന്നാമത്തെ നമുക്ക് എന്ത് പഠിക്കാം? സീരീസ് കോമ്പിനേഷൻ. നമുക്ക് സീരീസ് കോമ്പിനേഷൻ നോക്കാം. ഓക്കെ, സീരീസ് കോമ്പിനേഷൻ എന്തായിരുന്നു?
വളരെ സിമ്പിൾ ആണ്. ആർ ഇക്വാലന്റ് വിൽ ബി R1 പ്ലസ് R2 പ്ലസ് കറക്റ്റ് എക്സെട്ര പ്ലസ് 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 എക്സെട്ര അപ് ടു R. ജസ്റ്റ് ആഡ് ചെയ്ത് പോയാലേ സീരീസ് കോമ്പിനേഷൻ നമ്മൾ പഠിച്ചല്ലേ? പഠിച്ചു. ഇനി എങ്ങനെയായിരുന്നു നമ്മൾ പാരലൽ കോമ്പിനേഷൻ ചെയ്തുകൊണ്ടിരുന്നത്? യെസ്, പാരലൽ കോമ്പിനേഷനിൽ നമ്മൾ എങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നത്? പാരലൽ കോമ്പിനേഷനിൽ 1/R ഇക്വാലന്റ് ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് എക്സെട്ര. കറക്റ്റ്, ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? യെസ്. ഒരു സെയിം കമ്പാരിസൺ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം ഇടാം. യെസ്, നമുക്ക് തെർമൽ കറന്റ് കൺസെപ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ തെർമൽ കറന്റിന്റെ കോൺസെപ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ആർ ഇക്വാലന്റ് പറയുന്നത്? ഓക്കെ, ഇവിടെയും സെയിം തന്നെ. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ 1/R1 പ്ലസ് 1/R2 പ്ലസ് എക്സെട്ര എക്സെട്ര. ഓക്കെ, സോ സെയിം ആണ് വരുന്നത്. സോ നമുക്ക് സിമ്പിളി നമുക്ക് ഇലക്ട്രിക് കറന്റ് എന്ത് ചെയ്യാം? സിമ്പിളി നമുക്ക് കോറിലേറ്റ് ചെയ്ത് പോകാം. ഓക്കെ, സോ ആ ഇക്വേഷൻസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് അതിലേക്ക് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, യെസ്. സോ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഇവിടെ എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം അല്ലേ? ഇവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താന്ന് നോക്കാം. ജസ്റ്റ് സി. ഓക്കെ, heat retention and transfer are important in many other applications. Houses made of concrete roof very hot during summer അല്ലെ? അതായത് houses made of concrete roof. വീടിന്റെ റൂഫ് കോൺക്രീറ്റ് ആണെങ്കിൽ വെരി ഹോട്ട് ആയിരിക്കും ഡ്യൂറിങ് സമ്മർ. വൈ? ബിക്കോസ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോൺക്രീറ്റ്, ദാറ്റ് ഇസ് K of concrete is still through much smaller than that of a metal. Is still not small enough. Therefore, people usually prefer to give a layer of earth or foam insulation on the ceiling so that heat transfer prohibited and keeps the room cooler. നോക്കിക്കോ, സി കണ്ടോ, കോൺക്രീറ്റിന്റെ കണ്ട, ഇതാണ് കോൺക്രീറ്റിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, യെസ്. In some situation, heat transfer is critical. In a nuclear reactor, for example, elaborate heat transfer system need to be installed so that the enormous energy produced by nuclear fission in the core transits out sufficiently fast. Okay, nuclear reactor നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കണ്ടീഷൻ ആണ് വരുന്നത്. യെസ്, സോ ഒരു പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കത് ചെയ്യാം. ഇനി ഓൾറെഡി എൻസൈറ്റിൽ സോൾവ് ആണ്, അതിലേക്ക് കടക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് അബൌട്ട് convection. Next, let's discuss about convection. Okay, നമ്മൾ convection ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി convection convection, next convection cycle, then we will come to radiation. Okay, so convection, let's discuss convection. First point നമ്മൾ നോക്കേണ്ടത്, convection requires a medium. കൺവെക്ഷൻ എന്താ ആവശ്യമാണ്? ഒരു മീഡിയം ആവശ്യമാണ്. കൺവെക്ഷൻ റിക്വയേഴ്സ് എ മീഡിയം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ആണ്. ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ആണ്. ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ആണ്. occurs naturally or forced. Okay. Second പോയിന്റിലേക്ക് വന്നാൽ, natural convection. Natural convection takes place. Natural convection എങ്ങനെയാണ് സംഭവിക്കുന്നത്? Natural convection takes place due to the effect of gravity. Natural convection takes place due to the effect of gravity. Natural convection takes place due to the effect of gravity. Okay, and last, our third point is we have to discuss about sea breeze and land breeze. This is very important. Okay, sea breeze and land breeze. Okay, so the first 2 points were convection requires a medium and its actual movement of fluid occurs naturally or forced. And second point is natural convection takes place due to the effect of gravity. Easy alle, simple alle. Yes. So next let's discuss about
സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. സോ കൺവെക്ഷനിൽ മെയിൻലി വരുന്ന സാധനമാണ് എന്ത്? സീ ബ്രീസും ലാൻഡ് ബ്രീസും. എന്താണ് സീ ബ്രീസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിൻഡ് ബ്ലോസ്, കാറ്റ് എവിടെ നിന്നാണ് വരുന്നത്? വിൻഡ് ബ്ലോസ് ഫ്രം സീ, വിൻഡ് ബ്ലോസ് ഫ്രം സീ ടു ലാൻഡ്. സീ ബ്രീസിൽ കാറ്റ് എവിടെ നിന്നാണ് വരുന്നത്? വിൻഡ് ബ്ലോസ് ഫ്രം സീ ടു ലാൻഡ്. കടലിൽ നിന്നും കരയിലേക്കാണ് വിൻഡ് വരുന്നതെങ്കിൽ അതാണ് സീ ബ്രീസ്. എവിടെ നിന്നാണ് വരുന്നത് അതിനെ ഡിപ്പെൻഡ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. സീ ബ്രീസ് ഈസ് വിൻഡ് ബ്ലോസ് ഫ്രം സീ ടു ലാൻഡ് ഡ്യൂറിങ് ഡേ ടൈം, പകൽ സമയത്ത്, ഡ്യൂറിങ് ഡേ ടൈം. സോ പകൽ സമയത്ത് പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് വരുന്ന പ്രോസസ്സാണ് എന്ത്? സീ ബ്രീസ്. വിൻഡ് ബ്ലോസ് ഫ്രം സീ ടു ലാൻഡ് ഡ്യൂറിങ് ഡേ ടൈം. വിൻഡ് ബ്ലോസ് ഫ്രം സീ ടു ലാൻഡ് ഡ്യൂറിങ് ഡേ ടൈം. ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് സീ ബ്രീസ്. നോക്കിക്കോ, നമുക്കിവിടെ എൻസിആർടിയിൽ വായിക്കുകയാണെങ്കിൽ സി. അതിനു മുമ്പ് എന്താ ഡിസ്കസ് ചെയ്യാം? ഇതും കൂടി ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ലാൻഡ് ബ്രീസ്? ലാൻഡ് ബ്രീസ് ഈസ് വിൻഡ് ബ്ലോസ്. ലാൻഡ് ബ്രീസിൽ എന്താണ് സംഭവിക്കുന്നത്? വിൻഡ് ബ്ലോസ് ഫ്രം ലാൻഡ് ടു സീ. ലാൻഡ് ബ്രീസിൽ കാറ്റ് കരയിൽ നിന്ന് കടലിലേക്കാണ് പോകുന്നത്. വിൻഡ് ബ്ലോസ് ഫ്രം ലാൻഡ് ടു സീ ഡ്യൂറിങ് നൈറ്റ് സമയത്ത്. വിൻഡ് ബ്ലോസ് ഫ്രം ലാൻഡ് ടു സീ ഡ്യൂറിങ് നൈറ്റ്. ഇതാണ് എന്ത്? ലാൻഡ് ബ്രീസ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോ സീ ബ്രീസും ക്ലിയർ ആയി, ലാൻഡ് ബ്രീസും ക്ലിയർ ആയി. ഓക്കെ, we have a convection cycle here. Okay, go. Yes, okay, go. Sea breeze. Okay, so clear ആയില്ലേ? യെസ്. അതർ എക്സാമ്പിൾ നമുക്ക് ട്രേഡ് ഇവന്റ് ഒക്കെ പറയാം. സോ അതിലേക്ക് വരുന്നില്ല. സോ നെക്സ്റ്റ് ലെറ്റ്സ് ഗോ ടു റേഡിയേഷൻ. ഓക്കെ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത രണ്ട് സാധനം എന്തൊക്കെ? കണ്ടക്ഷനും കൺവെക്ഷനും. ദാറ്റ് ഈസ് ഫസ്റ്റ് 2 മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. രണ്ടിനും എന്താവശ്യമായിരുന്നു? മീഡിയം. Conduction and convection require some material as a transport medium. But radiation medium ആവശ്യമില്ല. These modes of heat transfer cannot operate between bodies separated by distance in vacuum. വാക്വത്തിലാണ് ഉള്ളതെങ്കിൽ കണ്ടക്ഷനും കൺവെക്ഷനും നടക്കത്തില്ല. നടക്കോ? ഇല്ല. യെസ്. And this third mechanism for heat transfer needs no medium. It is called radiation. So radiation ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ഇതിനെന്താ ആവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. It is actually an electromagnetic wave. That is, electric and magnetic field oscillate in space and time. Okay, so നമുക്കറിയാം, like any wave, electromagnetic waves can have different wavelength and can travel in vacuum with the same speed. സ്പീഡ് എന്തായിരുന്നു? സ്പീഡ് ഓഫ് ലൈറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, 3 × 10⁸ m/s അല്ലേ? യെസ്. സോ അത്രയും കാര്യങ്ങൾ കണ്ടു. നെക്സ്റ്റ് ഓക്കെ, നമുക്ക് റേഡിയേഷൻ കുറച്ച് ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്ത് പോകാനുണ്ട്. പിന്നെ നമ്മൾ എന്ത് കാണാനുള്ളത്? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഫസ്റ്റ് നമുക്ക് എന്ത് കാണാം? വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. വാട്ട് ഈസ് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ? റിലേഷൻ between lambda max and temperature T is known as Wien's displacement law, and that is lambda m into T is a constant. Lambda m into T is a constant. Okay, that is the relation between lambda m and capital T is given by Wien's displacement law. And here Wien's constant is given how much? 2.9 into 10⁻³ meter Kelvin. Okay, and we have a next equation. Energy emitted per unit time H is given by A sigma T raised to 4, where A is the area and T is the absolute temperature of the body. Correct? And the relation obtained experimentally by Stefan and later proved theoretically by Boltzmann is known as Stefan-Boltzmann law, and the constant sigma is called Stefan-Boltzmann constant. In the value എത്രയാണ് വരുന്നത്? 5.67 into 10⁻⁸ watt m/2 Kelvin ⁻⁴. Okay. Yes, E is 1 for perfect radiator. Okay. This is the net range
temperature difference is there. Sigma A T raised to 4 minus Ts raised to 4. Okay. Yes. E sigma A. Okay. And what is Newton's law of cooling? Newton's law of cooling is, see, this is what Newton's law of cooling says. So നമുക്ക് അതിലേക്ക് വരാം. സോ അതിന് മുമ്പ് നമുക്ക് ന്യൂട്ടൺസ് ലോയിലേക്ക് വരുന്നതിന് മുമ്പ് ഓക്കെ നമുക്ക് NCERT എന്ത് ചെയ്യാം, ഇനി എക്സസൈസ് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. See, the first question says the triple points of neon and carbon dioxide are 24.57 Kelvin and 216.55 Kelvin respectively. Express these temperatures on the Celsius and Fahrenheit scale. So നമുക്ക് കെൽവിൻ സ്കെയിൽ ടെമ്പറേച്ചർ ഗിവൺ ആണ്. സി, കെൽവിൻ സ്കെയിൽ എന്ത് ഗിവൺ ആണ്, ടെമ്പറേച്ചർ ഗിവൺ ആണ്. നമുക്ക് ഈ ടെമ്പറേച്ചറിന് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും എന്ത് ചെയ്യണം, റെപ്രസെന്റ് ചെയ്യണം. ഈസി അല്ലേ? യെസ്. നമുക്ക് ആദ്യം അതിന് എന്ത് ചെയ്യാം, യെസ്, സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും എങ്ങനെയാണ് റിലേഷൻ? സി, സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? വെയിറ്റ്, വി ഹാവ് സി, നമുക്ക് 3 സ്കെയിലും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഏതായിരുന്നു ഇക്വേഷൻ? നമ്മുടെ ഇക്വേഷൻ ആയിരുന്നു C/5, സെൽഷ്യസ് ബൈ 5 ഈക്വൽ ടു F-32 divided by 9 equal to K-273 divided by 5. സോ ഈ ഇക്വേഷൻ നമുക്ക് കൊടുത്താൽ ഏത് ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ആദ്യം നമുക്ക് നിയോണിന്റെ എടുക്കാം. സി, എന്തെടുക്കാം? ഇത് 24.57 എടുക്കാം. 24.57 കെൽവിൻ. സോ 24.57 കെൽവിൻ. ഓക്കെ, സെൽഷ്യസിൽ മാറ്റണം, ഫാരൻഹീറ്റിൽ മാറ്റണം. സോ കെൽവിനിലെ ടെമ്പറേച്ചർ ഗിവൺ ആണ്. എത്രയാണ്? 24.57. 24.57. ആദ്യം നമുക്ക് സെൽഷ്യസിലേക്ക് മാറ്റാം. സോ C/5 ഈസ് ഈക്വൽ ടു K-273 divided by 5. ഇതിലേക്ക് ഞാൻ ഈ K കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? സെൽഷ്യസ് കിട്ടും. കാൽക്കുലേഷൻ കുറച്ച് എന്തായിരിക്കും, ടഫ് ആയിരിക്കും. എനിക്ക് കിട്ടുന്ന സെൽഷ്യസ് ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയാവോ? -248.58 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ നമുക്ക് ഇനി ഫാരൻഹീറ്റിലേക്ക് മാറ്റണമെങ്കിലോ, ഈ ഇക്വേഷൻ വെച്ച് കളിച്ചാൽ മതി. ഈ 2 ഇക്വേഷനും റിലേറ്റ് ചെയ്താൽ മതി അല്ലേ? അങ്ങപ്പോ എനിക്ക് കിട്ടുന്ന ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ എത്രയെന്ന് അറിയാവോ? ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്, ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്. ഫാരൻഹീറ്റിൽ കിട്ടുന്ന ടെമ്പറേച്ചർ -69.88 ഡിഗ്രി ഫാരൻഹീറ്റ്. സോ ഫാരൻഹീറ്റിലും കണ്ടു, സെൽഷ്യസിലും കണ്ടു. ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രിപ്പിൾ പോയിന്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 216.55. ഓക്കെ, കെൽവിനിലെ ടെമ്പറേച്ചർ എത്രയാണ്? 216.55 കെൽവിൻ. ഓക്കെ, ഇതിവിടെ ഫാരൻഹീറ്റിൽ എത്ര വരുന്ന അറിയാം? ഇവിടെ ഫാരൻഹീറ്റിൽ വരുന്നത് -415.44 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, യെസ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന് ട്രിപ്പിൾ പോയിന്റ് ഗിവൺ ആണ് ഇത്രയും. സോ അതിന് നമുക്ക് എന്തിലേക്ക് മാറ്റണം? സെൽഷ്യസിലേക്ക് മാറ്റണം, ഫാരൻഹീറ്റിലേക്ക് മാറ്റണം. ഇക്വേഷൻ നമുക്ക് ഏതിനെ ഉപയോഗിക്കാം? സെയിം ഇക്വേഷൻ തന്നെ. C/5 ഈക്വൽ ടു F-32 by 9 ഈക്വൽ ടു K-273 by 5. സെയിം ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്താൽ സെൽഷ്യസിലെ ടെമ്പറേച്ചർ വരുന്നത് -56.60 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ വരുന്നതോ -69.88 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, നമ്മൾ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്? സി, ഈ ഇക്വേഷൻ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. ഓക്കെ, കാൽക്കുലേഷൻ കുറച്ച് ചെയ്യാനുണ്ട്, ബട്ട് ഇക്വേഷൻ അറിയാലോ. നമുക്ക് സിമ്പിളി നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് പോകാം. ഓക്കെ, സോ ഡൺ. സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The question says, two absolute scales A and B have triple points of water defined to be
200A and 350B. Okay, what is the relation between TA and TB? സോ രണ്ട് അബ്സല്യൂട്ട് സ്കെയിൽ നമ്മുടെ കയ്യിലുണ്ട്, എയും ബിയും. അതിൽ വാട്ടറിന്റെ ട്രിപ്പിൾ പോയിന്റ് ഗിവൺ ആണ് 200Aയും 350Bയും. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടി എ ആൻഡ് ടി ബി? ആദ്യം നമുക്ക് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ കെൽവിനിലോ സെൽഷ്യസിലോ ഫാരൻഹീറ്റിലോ ഉണ്ടോ അറിയാൻ നോക്കാം. അതുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാലോ. ഒരു ട്രിപ്പിൾ പോയിന്റ് കോൺസെപ്റ്റ് എൻസെറ്റിൽ ഗിവൺ ആണ്. അപ്പൊ നമുക്ക് ഏത് സ്കെയിൽ എന്നാലും നമ്മൾ കൺവേർഷൻ ഫോർമുല എന്തായിരുന്നു? റീഡിംഗ് ഓൺ എനി സ്കെയിൽ മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് വിൽ ബി എ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാനുള്ളത് ട്രിപ്പിൾ പോയിന്റ്. യെസ്, ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. യെസ്, സി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഈസ് റെപ്രസെന്റഡ് ബൈ ടെമ്പറേച്ചർ 273.16 Kelvin. 273.16 Kelvin. 273.16 Kelvin. Yes, 273.16 Kelvin. 273.16 Kelvin. സോ നമുക്ക് കെൽവിനിലെ ടെമ്പറേച്ചർ അറിയാം. എത്രയാണ്? 273.16 Kelvin. കെൽവിനിലെ ടെമ്പറേച്ചർ വരുന്നത് എത്രയാണ്? 273.16 Kelvin അല്ലേ? ഇനി എന്റെ കാര്യം പറയാം. ആദ്യം നമുക്ക് എന്റെ കാര്യം നോക്കാം. എയില് 200 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 200. എയിൽ എത്ര പറയുന്നത്? 200. ബിയിലോ 350 അല്ലേ? യെസ്. സോ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? സോ നമുക്ക് എങ്ങനെ പറയാം? 200A അല്ലേ? യെസ്. സോ 200A എന്തിന് ഈക്വൽ ആണ്? 200A is equal to 273.16 Kelvin അല്ലേ? 200A is equal to 273.16 Kelvin. കാരണം വാട്ടറിന് ട്രിപ്പിൾ പോയിന്റ് മാറാൻ പോകുന്നുണ്ടോ? ഇല്ല. അത് ഏത് അബ്സല്യൂട്ട് സ്കെയിൽ ആണെങ്കിലും മാറാൻ പോകുന്നില്ല. കറക്റ്റ്? എങ്ങനെ പറയാം? സോ എ എനിക്ക് ഇങ്ങനെ എഴുതാം. എ വിൽ ബി ഈക്വൽ ടു 273.16 divided by 200 Kelvin. Easy. Yes. Similarly നമുക്ക് എന്തുകൂടി പറയാം? സിമിലർലി നമുക്ക് ബി കമ്പയർ ചെയ്യാം. ബീനെ എങ്ങനെ കമ്പയർ ചെയ്യുന്നത് നോക്കിക്കോ. ബീന്റെ എത്ര തന്നിരിക്കുന്നത്? ബീൻ്റെത് 350B അല്ലെ? 350B. സോ എനിക്ക് എങ്ങനെ എഴുതാം? 350B is equal to 273.16 Kelvin. So B will be equal to 273.16 Kelvin divided by 350. ക്ലിയർ അല്ലേ? യെസ്. സോ എനിക്ക് ഇതിന് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാതിന്? സോ ഐ ക്യാൻ ഇക്വേറ്റ്. സി 200A is equal to 350B. correct? That is 4. You can take 4. 4A is equal to 7B. correct? Or else we can say TA raised to TB will be equal to 4:7. correct അല്ലേ? യെസ്. സോൾവ് ചെയ്തില്ലേ? വാട്ട് ഈസ് റിലേഷൻ ബിറ്റ്വീൻ TA and TB? ratio is TA is to TB will be 4:7. Yes. So question number 10.2 solved. Next, let's move to question number 10.3. Yeah. Question number 10.3 says the electrical resistance in ohms of a certain thermometer varies with the temperature according to the approximate അല്ലെ? ഇങ്ങനെ പഠിച്ചാൽ നമ്മൾ R is equal to R0 into 1 plus alpha delta T or T minus T0. The resistance is 101.6 ohm at the triple point of water, that is this much, and 165.5 ohm at the normal melting point of lead, that is 600.5 Kelvin. What is the temperature when the resistance is 123.4 ohm? സിമ്പിൾ ആണ്. നമ്മുടെ കയ്യിൽ റിലേഷൻ ഗിവൺ ആണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇക്വേഷൻസിൽ ഇട്ട് പോയാൽ മതി അല്ലെ? ആദ്യം നമുക്ക് ഒന്നാമത്തെ കണ്ടീഷനിലേക്ക് വരാം. സോ നമുക്കിവിടെ സ്പേസ് ഇല്ല. സോ ഞാൻ എന്ത് ചെയ്യാം? ഒരു പുതിയൊരു പേജ് എടുക്കാം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 10.3 അല്ലേ? യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 10.3. യെസ്, ക്വസ്റ്റ്യൻ വായിച്ചാണ്, ഇനി വായിക്കേണ്ട ആവശ്യമില്ല. സി നമ്മുടെ കയ്യിൽ എന്തുണ്ട്? റിലേഷൻ ഉണ്ട്. എന്താണ് റിലേഷൻ? R is equal to R0 into 1 plus alpha T minus T0 അല്ലേ?
എല്ലാ വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യൻ ഗിവൻ ആണ്. സോറി, വാല്യൂസ് ജസ്റ്റ് കൊടുത്തു പോയാൽ മതി. കറക്റ്റ്. ഓക്കെ, ഒന്നാമത്തെ സിനാരിയോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ എടുത്താല് 165.5 റേറ്റ്. ആദ്യം CR0 1 ഇങ്ങനെ എടുക്കാം. നമുക്ക് 1 പ്ലസ് ആൽഫ ഇൻറ്റു T 600.5 മൈനസ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ, അതിലെ T0. യെസ്, കറക്റ്റ്. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ലാസ്റ്റ് സോൾവ് ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടുന്ന അറിയുമോ? 1 നമുക്ക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും ആൽഫ. എന്ത് കിട്ടുന്നുണ്ട്? ആൽഫ ഈസ് 63.9 divided by 101.6 into 32327.34. സോ നമുക്ക് എന്ത് കിട്ടി? ആൽഫ കിട്ടി. കറക്റ്റോ? നമുക്ക് രണ്ടാമത്തെ എന്താണ് കാണേണ്ടത്? ടെമ്പറേച്ചർ 120, റെസിസ്റ്റൻസ് 123.4 അപ്പോഴുള്ള ടെമ്പറേച്ചർ ആണ് നമുക്ക് കാണേണ്ടത്. സോ അത് നമുക്ക് കാണാൻ ഈസി അല്ലേ? എങ്ങനെ സോൾവ് ചെയ്യാം നമുക്കതിന്? യെസ്, നമുക്ക് സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ 123.4 ഈസ് ഈക്വൽ ടു 101.6 1 പ്ലസ് ആൽഫ നമുക്ക് നമ്മളെ കയ്യിലില്ലേ 63.9 ഡിവൈഡഡ് ബൈ 101.6 ഇൻറ്റു 327.34. T2 നമുക്കറിയില്ല. T2 അതാണ് കാണേണ്ടത്. ദാറ്റ് ഇസ് ടെമ്പറേച്ചർ അല്ലാണ്ട് T മൈനസ് 270, ദാറ്റ് ഇസ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ട്. കറക്റ്റ്. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ T കാൽക്കുലേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. 385.23 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 385.23 കെൽവിൻ. ഓക്കെ, ഇക്വേഷൻ സിമ്പിൾ സോൾവ് ചെയ്യാം. കാൽക്കുലേഷൻ കുറച്ച് ടഫാണ്. 385.2. So this done. Okay. Question number 10.3 done. Yeah, let's move to question number 10.4. You have to answer the following. Yeah, statement ആണ്. Statement A says the triple point of water is a standard fixed point in modern thermometry. ആയിക്കോട്ടെ. See, why? What is wrong in taking the melting point of ice and the boiling point of water as standard fixed point, as was originally done in the Celsius scale? So, ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം? ഓൾറെഡി മേഡ് പെൻസസ് കൊണ്ടുവന്നിട്ട് ഇപ്പൊ സമയമില്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇപ്പം 10.5 നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ടു 10.6. 10.6 says we have a steel tape. We have a steel tape 1 meter long is correctly calibrated for temperature to 27 degrees Celsius. The length of steel rod measured by this tape is found to be 63 centimeter on a hot day when the temperature is 45 degrees Celsius. Okay. What is the actual length of steel rod on that day? What is the length of the same steel rod on a day when the temperature is 27 degrees Celsius? Simple ആണ്. സി, ആ സ്റ്റീൽ റോഡിന്റെ ലെങ്ത് 63 സെന്റിമീറ്റർ ആണ്. എപ്പോ? ടെമ്പറേച്ചർ 45 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ. സി, നമ്മൾ എന്താണ് കാണേണ്ടത്? ആ സ്റ്റീൽ റോഡിന്റെ ലെങ്ത് കാണണം. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആകും. And coefficient of linear expansion of steel tape is given 1.20 into 10 raised to minus 5 Kelvin inverse. സിമ്പിൾ അല്ലേ? നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ഫൈനൽ ലെങ്ത് L dash is equal to L into 1 plus alpha delta T. കറക്റ്റ്. ആദ്യം നമുക്ക് ഡെൽറ്റ ടി കാണാം. സി, ഇവിടെ ഡെൽറ്റ ടി എന്താണ്? ഡെൽറ്റ ടി നോക്കാം. ആദ്യത്തെ ടെമ്പറേച്ചർ 45 ആയിരുന്നു, പിന്നെ ടെമ്പറേച്ചർ 27 ആയി. സോ 45 മൈനസ് 27 ചെയ്യാം അല്ലെ? 45 മൈനസ് 27 ചെയ്യാം. 45 മൈനസ് 27 ഡിഗ്രി സെൽഷ്യസ് ആണ് രണ്ടും. എത്ര വരുന്നത്? 45 മൈനസ് 27 എത്ര വരും?
45 minus 27 എത്ര വരും? 13, 18. കറക്റ്റ് അല്ലേ? 18. സോ നമുക്ക് എന്നിട്ട് ഡെൽറ്റ ടി കിട്ടി എത്ര? 18. ഡെൽറ്റ ടി കിട്ടി 18. ആൽഫ ഗിവൺ ആണോ? ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഗിവൺ ആണ് 1.2 into 10 raised to minus 5. 1.2 into 10 raised to minus 5 Kelvin inverse. ഇനി L ഒറിജിനൽ ലെങ്ത് എത്രയായിരുന്നു? സി 1 meter long ആയില്ലേ? 1 meter long. That is 100 centimeter. We can say 100 centimeter. So L എന്താണ്? 100 centimeter. അപ്പൊ ഇത്രയും വാല്യൂസ് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കാം. L dash is equal to L എത്രയാണ്? 100 centimeter. 1 plus ആൽഫ എത്രയായിരുന്നു? 1.2 into 10 raised to minus 5 delta TO 18. So L dash is equal to നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടുന്ന L dash എത്രയാണെന്ന് അറിയാവോ? L dash is equal to 100 into 1 plus 1.2 into 18, 21.6 into 10 raised to minus 5 or L dash നമുക്ക് ലാസ്റ്റ് വരുന്നത് 100 plus 0.02160 or I can write L dash is equal to 100.02160 centimeter. ഇതൊക്കെ ജസ്റ്റ് കാൽക്കുലേഷൻ ആണ്, വെരി സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടിയല്ലോ? ഇതാണ് ആക്ച്വൽ ലെങ്ത് വരുന്നത്. യെസ്, ഓക്കെ. സോ ഇത് ആക്ച്വൽ ലെങ്ത് അല്ലേ? സോ ആക്ച്വൽ ലെങ്ത് നമ്മൾ കാണുന്നത് നമ്മള് ആക്ച്വൽ ലെങ്ത് ഓഫ് ദ റോഡ് വിൽ ബി the actual length of the road. The actual length of the road will be at temperature 45 degrees Celsius അല്ലേ? ടെമ്പറേച്ചർ 45 degrees Celsius ആക്ച്വൽ ലെങ്ത് അല്ലേ കാണേണ്ടത്? യെസ്, ആക്ച്വൽ ലെങ്ത് ഓഫ് ദ റോഡ് വിൽ ബി at 45 degrees Celsius. എന്തായിരിക്കും? യെസ്, L ഡബിൾ ഡാഷ് നമുക്ക് കൊടുക്കാം is equal to നമുക്ക് ഇപ്പൊ കിട്ടിയ 100.02160 നമ്മൾ അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? 63 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 63.013608 സെന്റിമീറ്റർ. യെസ്, ഓക്കെ, കിട്ടിയില്ലേ? യെസ്, ഓക്കെ. 27 degree Celsius സെയിം തന്നെയായിരിക്കും. യെസ്, ഓക്കെ. So question number 10.6 is done. Next, let's move to 10.7. We have a large steel wheel is to be fitted onto a shaft of the same material at 27 degrees Celsius. The outer diameter of the shaft is 8.7 centimeter. The diameter of the central hole in the wheel is 8.69 centimeter. The shaft is cooled using dry ice. At what temperature of the shaft does the wheel slip on the shaft? Assume coefficient of linear expansion of the steel constant of the required temperature range, and it is given 1.2 into 10 raised to minus 5 Kelvin inverse. Again, similar sort of question. ഇവിടെ നമ്മൾ ആക്ച്വലി ഡയമീറ്റർ വെച്ച് കളിച്ചാൽ മതി. സി, സോ നമുക്ക് ഇങ്ങനെ ഏത് ഇക്വേഷനിൽ കൊണ്ടുവരാം? ഡയമീറ്റർ വിൽ ബി d into d dash will be d into 1 plus alpha delta t അല്ലേ? നമുക്ക് ഓരോ വാല്യൂസ് എഴുതാം. ആദ്യം ഡെൽറ്റ ടി എഴുതാം. കറക്റ്റ്, ഡെൽറ്റ ടി തന്നിട്ടില്ല, നമുക്ക് ടെമ്പറേച്ചർ അല്ലേ കാണേണ്ടത്? യെസ്, നമ്മൾ ടെമ്പറേച്ചർ ആണ് കാണേണ്ടത്. സോ ഡെൽറ്റ ടി ഐ ക്യാൻ ടേക്ക് 27 അല്ലേ നമ്മൾ ആദ്യം നോക്കിയത്? യെസ്, സോ ഡെൽറ്റ ടി ഞാൻ എങ്ങനെ എടുക്കാണ്? ടി മൈനസ് 27. ആൽഫ ഗിവൺ ആണ് 1.2 into 10 raised to minus 5 Kelvin inverse അല്ലേ? യെസ്. ഇനി യെസ്, സോ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ വാല്യൂസ് നമുക്ക് അറിയാലോ. യെസ്, സോ ഡി ഡാഷ് എത്രയാണ് പറയുന്നത്? സോ നമുക്ക് ഇതിൽ നമുക്ക് ഇങ്ങനെ ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഡി ആൽഫ ഡെൽറ്റ ടി. കറക്റ്റ്, അതായത് ഡി ഡാഷ് മൈനസ് ഡി ഇസ് ഈക്വൽ ടു ഡി ആൽഫ ഡെൽറ്റ ടി. കറക്റ്റ്, ഡി ഡാഷും ഡിയും നമ്മളെ കയ്യിൽ ഗിവൺ ആണ്. ആദ്യം 8.70 ആയിരുന്നു, 8.69 ആയിരുന്നു, പിന്നെ 8.7 ആയി. കറക്റ്റ്. സോ എങ്ങനെ എഴുതാം എനിക്ക്?
8.69 minus 8.70, which is equal to 8.7 അല്ലേ, 8.70 into alpha is 1.2 into 10 raised to minus 5 and delta t is t minus 27. Correct. This is actually minus 0.01 will be equal to 10.44 into 10 raised to minus 5 into t minus 27. സോ ഇത് ഈക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ടെമ്പറേച്ചർ ടി വരുന്നത് 27 മൈനസ് 95.7, ദാറ്റ് ഈസ് minus 68.7 ഡിഗ്രി സെൽഷ്യസ്. സെൽഷ്യസിലേക്ക് വന്ന ഡിഗ്രി സെൽഷ്യസ്. ഏത് ടെമ്പറേച്ചറിലാണ് സ്ലിപ്പ് ആവുന്നത്? -68.7 ഡിഗ്രി സെൽഷ്യസ്. ഈസി. -68.7 ഡിഗ്രി സെൽഷ്യസ്. Yeah, this done. Let's move to next question, 10.8. We have a hole. A hole is drilled in a copper sheet. The diameter of the hole is this much. 27 degree Celsius. ഇതായിരുന്നു ഹോളിന്റെ ഡയമീറ്റർ 4.24 centimeter. What is the change in the diameter of the hole when the sheet is heated to ടെമ്പറേച്ചർ കൂട്ടി 27 ഡിഗ്രി സെൽഷ്യസ് 227 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റി. ഒബ്വിയസ്ലി ഡയമീറ്റർ ചേഞ്ച് ആവത്തില്ലേ? യെസ്. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ ഗിവൺ ആണ്. അഗൈൻ സിമിലർ സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും? ഏരിയൽ എക്സ്പാൻഷൻ. വൈ? എ ഹോൾ ഈസ് നമ്മൾ കോപ്പർ ഷീറ്റിലാണ് ഡ്രിൽ ചെയ്തിരിക്കുന്നത്. ഹോൾ ഈസ് ഡ്രിൽഡ് ഇൻ എ കോപ്പർ ഷീറ്റ്. Diameter of the hole is this much. What is the change in the diameter of the hole when the sheet is heated to 227 degrees Celsius? Coefficient of linear expansion of copper is given. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം സോൾവ് ചെയ്യാം. ഓക്കെ, തന്ന വാല്യൂസ് ഒക്കെ എടുത്തെഴുതാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എടുത്തെഴുതാം. ഓക്കെ, അത് നമുക്ക് ഡയമീറ്റർ ഓഫ് ദ ഹോൾ, അതായത് ഞാൻ D1 എടുക്കാണ്. എത്രയാണ്? 4.24 സെന്റിമീറ്റർ അല്ലേ? ഡയമീറ്റർ ഓഫ് ദ ഹോൾ 4.24 അല്ലേ? യെസ്, 4.24 സെന്റിമീറ്റർ. യെസ്, ഡയമീറ്റർ ഓഫ് ദ ഹോൾ കിട്ടി. പിന്നെ ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 എടുക്കാണ്. 27 ഡിഗ്രി സെൽഷ്യസ്. സെൽഷ്യസ് കെൽവിനിലേക്ക് മാറ്റുകയാണെങ്കിൽ 27 പ്ലസ് 273 എനിക്ക് ഇങ്ങനെ എടുക്കാം, 300 കെൽവിൻ. ഓക്കെ, ഫൈനൽ ടെമ്പറേച്ചർ T2 അത് 227 ആണ് അല്ലേ? അപ്പോൾ അതിന് ഞാൻ കെൽവിനിലേക്ക് മാറ്റുകയാണെങ്കിൽ 500 കെൽവിൻ അല്ലേ? 227 ആയിരുന്നില്ലേ? 227. യെസ്, 500 കെൽവിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. അപ്പോ ഈ ടെമ്പറേച്ചർ T2 ഡയമീറ്റർ D2 എന്ന് എടുത്തു. ഓക്കെ, സോ D2 കാണണം. പിന്നെ നമുക്ക് എന്താ ഗിവൺ ആണ്? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഗിവൺ ആണ്. എത്ര? 1.7 into 10 raised to minus 5 കെൽവിൻ നമ്പേഴ്സ്. 1.7 into 10 raised to minus 5 ആണ് എന്ത് വരുന്നത്? ആൽഫ വരുന്നത്. 1.7 into 10 raised to minus 5. കറക്റ്റ്. യെസ്. ഇനി നമ്മൾ ഏരിയ വെച്ചല്ലേ കളിക്കുന്നത്? യെസ്. സോ ഇനീഷ്യൽ ഏരിയ എന്തായിരിക്കും? യെസ്, initial area will be A1. We have to take pi r square, or like you have to write 4.24 divided by 2 ka whole square. Correct. Any coefficient of aerial expansion beta will be 2 into alpha. That will be 3.4 into 10 raised to minus 5. Correct. 3.4 into 10 raised to minus 5 Kelvin inverse. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഗിവൺ അല്ലേ? യെസ്. സോ യാ, നമുക്ക് സിമ്പിളി നമുക്ക് ഫോർമുല യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? പ്രോഗ്രസ് ചെയ്യാം. ഏരിയ എ വിൽ ബി ഈക്വൽ ടു എ നോട്ട് ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഡെൽറ്റ ടി. കറക്റ്റ്. ഈ എ നോട്ട് എനിക്ക് എങ്ങനെ എഴുതാം? എ നോട്ട് വിൽ ബി പൈ ഇൻറ്റു 4.24 divided by 2 whole square. Correct. Delta T will be how much? 200. Beta 3.4 into 10 raised to minus
5. സോ എല്ലാ വാല്യൂസും ഇതിൽ ഗിവൺ ആണ്, ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. സോ ഏരിയ വരുന്നത് എത്രയെന്ന് അറിയാവോ? ലാസ്റ്റ് ഏരിയ വരുന്നത്, സോ ലാസ്റ്റ് ഏരിയ നമുക്ക് എങ്ങനെ ഡെപിക്ട് ചെയ്യാം, എങ്ങനെ എഴുതാം? എനിക്ക് ലാസ്റ്റ് ഏരിയ സി ലാസ്റ്റ് ഏരിയ വിൽ ബി, യെസ്, എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ലാസ്റ്റ് ഏരിയ എങ്ങനെ എഴുതാം? എനിക്ക് പൈ ഇൻറ്റു ഡി സ്ക്വയർ ബൈ 4 ദാറ്റ് വിൽ ബി ദ ലാസ്റ്റ് ഏരിയ. സോ അതിൽ നമുക്ക് ഡി വിൽ ബി ഹൗ മച്ച്? 4a ബൈ പൈ ക റൂട്ട്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഡയമീറ്റർ D2 കിട്ടുന്നത് 0.0, ലാസ്റ്റ് ഡയമീറ്റർ D2 എത്ര കിട്ടുന്നത്? D2 കിട്ടുന്നത് 4.253. സോ ചേഞ്ച് ഇൻ ഡയമീറ്റർ കാണാൻ പറഞ്ഞാൽ ദറ്റ് ഈസ് D2 മൈനസ് D1, ദറ്റ് ഈസ് 4.253 മൈനസ് 4.24. ആ ചേഞ്ച് ഇൻ ഡയമീറ്റർ എത്രയാണ് വരുന്നത്? 0.013 സെന്റിമീറ്റർ. ചേഞ്ച് ഇൻ ഡയമീറ്റർ ഡെൽറ്റ ഡി എത്രയാണ് വരുന്നത്? 0.013 സെന്റിമീറ്റർ. കറക്റ്റ്, 0.013 സെന്റിമീറ്റർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 10.8 നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. Let's move to question number 10.9. We have a brass wire. A brass wire of length 1.8 meter long at 27 degrees Celsius held taut with a little tension between two rigid supports. If the wire is cooled to a temperature of minus 39 degrees Celsius, what is the tension developed in the wire? If its diameter is 2 mm, coefficient of linear expansion of brass is this much. Young's modulus is also given. നമ്മൾ എന്താണ് കാണേണ്ടത്? ടെൻഷൻ ഡെവലപ്പ്. നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് ആയിട്ട് ക്ലബ് ചെയ്തൊരു ചോദ്യമാണ്. നമുക്ക് യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്താ? യങ്സ് മോഡുലസ് y ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. നമ്മൾ കണ്ടതാണ്, ഒരുപാട് തവണ കണ്ടതാണ്. യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് എന്തായിരുന്നു? ഫോഴ്സ് അപ്പോൺ ഏരിയ. ബൈ സ്ട്രെയിൻ എന്തായിരുന്നു? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സോ അതിൽ നമ്മൾ ചേഞ്ച് ഇൻ ലെങ്ത് എങ്ങനെ എടുക്കുക? എനിക്ക് ചേഞ്ച് ഇൻ ലെങ്ത് വിൽ ബി FL by AY. ഇനി മെക്കാനിക്സ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ചേഞ്ച് ഇൻ ലെങ്ത് ഇക്വേഷൻ എന്താ? ആൽഫ L ഇൻറ്റു ഡെൽറ്റ ടി. കറക്റ്റ്, ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ? കാരണം L ഡാഷ് ഇസ് ഈക്വൽ ടു L ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി ആണ്. എനിക്കിതിന് L ഡാഷ് ഇസ് ഈക്വൽ ടു L പ്ലസ് L ആൽഫ ഡെൽറ്റ ടി എഴുതിക്കൂടെ? ഇസ് L ഡാഷ് മൈനസ് L ഈസ് L ആൽഫ ഡെൽറ്റ ടി. ഇസ് L ഡാഷ് മൈനസ് L ഓൺലി L ആൽഫ ഡെൽറ്റ ടി. കറക്റ്റ്. സോ ഡെൽറ്റ L എന്താണ്? ആക്ച്വലി L ആൽഫ ഡെൽറ്റ ടി. സോ എനിക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം, ഡെൽറ്റ L ഈക്വൽ ടു L ആൽഫ ഡെൽറ്റ ടി അല്ലേ? ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തൂടെ? L ആൽഫ ഡെൽറ്റ ടി. സോ ഇതിൽ നമുക്ക് ഇത് രണ്ടും കാണാൻ നമുക്ക് എന്താണ് കാണേണ്ടത്? ടെൻഷൻ അല്ലേ കാണേണ്ടത്? ടെൻഷൻ ഈസ് ആക്ച്വലി വാട്ട്? ഫോഴ്സ്. ഫോഴ്സ് എന്തായിരിക്കും? L ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു AY ഡിവൈഡഡ് ബൈ L. കറക്റ്റ് അല്ലേ? ഇതായിരിക്കും ടെൻഷൻ വരുന്നത്. L ആൽഫ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ സി. യെസ്, തെർമൽ സ്ട്രെസ്. തെർമൽ സ്ട്രെസ് ആണ് കാണേണ്ടത്. തെർമൽ സ്ട്രെസ് ഡെവലപ്ഡ്. ക്വസ്റ്റ്യൻ നമ്പർ ഇതല്ലേ? 10.9 എന്താണ് കാണേണ്ടത്? ടെൻഷൻ. ഇറ്റ് ഈസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഓൺലി. ഫോഴ്സ്. യെസ്. സോ നമുക്ക് തന്നിരിക്കുന്ന ഓരോ വാല്യൂസ് ഏതൊക്കെയാ എന്തായാലും നോക്കാം അല്ലേ? തന്നിരിക്കുന്ന വാല്യൂസ് നോക്കാം. സോ L എത്രയാണ്? 1.8 മീറ്റർ. ആൽഫയോ 2 ഇൻറ്റു 10⁻⁻⁵ കെൽവിൻ ഇൻവേഴ്സ്. ഇനി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടിയോ 27 -39 പോയത്. 27 എവിടത്തേക്കാ പോയത്? -39. 27 -39 പോയത്. 27 -39. എത്ര ടെമ്പറേച്ചർ ഡിഫറൻസ് വരിക? -39, 27 -59, that is 65 degrees. 65 വരില്ല? യെസ്, 65. സോ ഡെൽറ്റ ടി അറിയാം, ഏരിയ അറിയാം, ലെങ്ത് അറിയാം. ഏരിയ എത്രയാണ്? ഡയമീറ്റർ ഗിവൺ അല്ലേ? റേഡിയസ് ഗിവൺ. യാ, ഓക്കെ. ഡയമീറ്റർ ഈസ് 2 mm. സോ ഏരിയ വിൽ ബി, radius will be 1 mm. So area will be how much? Pi into
10⁻⁶ മീറ്റർ സ്ക്വയർ. ആൻഡ് ഓക്കെ, നമുക്ക് എല്ലാം കൂടെ കട്ട് ചെയ്യാം അല്ലേ? യെസ്, ജസ്റ്റ് ആൽഫ ഡെൽറ്റ ടി എ ബൈ കണ്ടാൽ മതി, എല്ലാം കൊടുക്കേണ്ട ആവശ്യമില്ല. യങ്സ് മോഡുലസ് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. സോ അങ്ങനെ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടുന്ന ടെൻഷൻ -3.77. എന്താണ് കിട്ടുന്ന ടെൻഷൻ? ടെൻഷൻ എത്ര വരുന്നത്? എല്ലാ വാല്യൂസും ആ ഇക്വേഷനിൽ കൊടുത്തപ്പോ ടെൻഷൻ കംസ് ഔട്ട് ആസ് -3. വരുന്നത് -3.77 into 10⁻² Newton. -3.77 into 10⁻² Newton. Why the negative sign? Simple, because tension എന്താണ്? അകത്തോട്ടാണ്. Tension direct inward. Yeah, tension is directed inwards. Tension is directed inwards. That's why the sign negative. Okay. So 3.77 into 10⁻² Newton. 3.77 into 10⁻² Newton. 3.77 into 10⁻² Newton. Correct. 3.77 into 10⁻² Newton. Yes. സോ നമുക്ക് ഇന്നത്തേക്ക് ഇത്ര മതി. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം. ഓക്കെ, ബൈ.